കിംസ് അൽഷിഫയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഫെർട്ടിലിറ്റി സെന്റർ ഗായിക പത്മഭൂഷൺ കെ.എസ്. ചിത്ര ഉദ്ഘാടനം ചെയ്യും. ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിലൂടെ കുറഞ്ഞ നിരക്കിൽ വന്ധ്യതാ ചികിത്സ ലഭ്യമാക്കാനാവുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 35 വർഷമായി പ്രവർത്തിച്ചു വരുന്ന കിംസ് അൽഷിഫയിൽ ഇതിനകം 1 ലക്ഷത്തിലേറെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതാണ് കണക്ക്. ഇതിന്റെ ഭാഗമാണ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ ശിശുരോഗ വിഭാഗമായ മെഡോറയ്ക്ക് കീഴിൽ ഇപ്പോൾ വന്ധ്യതാ ചികിത്സയ്ക്കുള്ള അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളോടെ ഫെർട്ടിലിറ്റി സെന്ററും സജ്ജമാക്കി. ഡിസംബർ 6 വൈകിട്ട് 3 മണിക്ക് ഗായിക പത്മഭൂഷൺ കെ.എസ്. ചിത്ര ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ ഒരു പുതിയ നൂതന സംരംഭമാണ് ഫെർട്ടിലിറ്റി സെന്റർ. അതിനൂതന സൗകര്യങ്ങളോടുകൂടി വന്ധ്യതാ ചികിത്സ നൽകാൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന ഡിസംബർ 6 വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് പ്രശസ്ത പിന്നണി ഗായിക പത്മഭൂഷൺ കെ.എസ്. ചിത്ര ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് കുഞ്ഞു സ്വപ്നങ്ങൾക്ക് മിഴിവേകാൻ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഷിഫ ഫെർട്ടിലിറ്റി സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ഡിസംബർ 6 വെള്ളിയാഴ്ച നിങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഞാനും വരുന്നുണ്ട്. ശുഭാരംഭം ധന്യമാക്കാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. നൂതന സംവിധാനങ്ങളോടെ ഒരുക്കിയ ഫെർട്ടിലിറ്റി സെന്ററിലൂടെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വന്ധ്യതാ ചികിത്സാ സൗകര്യം ലഭ്യമാക്കുമെന്ന് കിംസ് അൽഷിഫ മാനേജിംഗ് ഡയറക്ടറും വൈസ് ചെയർമാനുമായ ഡോക്ടർ പി. ഉണ്ണീൻ പറഞ്ഞു. ഫെർട്ടിലിറ്റി ചികിത്സ പൊതുവെ ഒരു സാമ്പത്തിക ഭാരമുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ്. എന്നാൽ ഷിഫ ഫെർട്ടിലിറ്റി സെൻ്റർ സാധാരണക്കാരനും താങ്ങാവുന്ന നിരക്കിലുള്ള ഒരു ചികിത്സാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. വിവാഹിതരായ ദമ്പതികളുടെ ഒരു സ്വപ്നമാണ് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കുടുംബം. പല കാരണവശാലും അത് നടക്കാതെ പോകും. അവിടെയാണ് ഏറ്റവും അതിനൂതന സാങ്കേതിക വിദ്യയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ ചികിത്സാ മികവും ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ കൂടെ ദൈവസഹായം കൂടി കിട്ടുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതിനെ മറികടക്കാൻ കഴിയും. MLA-മാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയ ജനപ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിക്കും. വന്ധ്യതാ നിർണയം മുതൽ IUI, IVF, സ്പേം ആസ്പിരേഷൻ, തുടരെ ഗർഭം അലസലിനുള്ള ചികിത്സ ഉൾപ്പെടെ എല്ലാ ചികിത്സാ സേവനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ഫെർട്ടിലിറ്റി വിഭാഗം മേധാവി ഡോക്ടർ നിഷ പറഞ്ഞു. ഇപ്പോൾ ഒരു കപ്പിൾ വന്ധ്യതയുമായി വന്നതിന് ശേഷം എന്താണ് അവരുടെ റീസൺ, അത് മെയിൽ ഫാക്ടറാണോ ഫീമെയിൽ ഫാക്ടറാണോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എന്താണ് ആ ഇഷ്യൂസ് എന്ന് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ പേഷ്യൻറ്റിന് എന്താണോ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റുകൾ പ്ലാൻ ചെയ്യുന്നതും അവർക്ക് നൽകുന്നതും. അപ്പോൾ നമ്മുടെ സെൻറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഓവുലേഷൻ ഇൻഡക്ഷൻ, കംപ്ലീറ്റ് ഫെർട്ടിലിറ്റി ഇവാലുവേഷൻ, ഓവുലേഷൻ ഇൻഡക്ഷൻ, ഫോളിക്കുലാർ മോണിറ്ററിംഗ്, IUI അഥവാ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ, IVF, ICSI, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അസൂസ്പെർമിയ, അതായത് കൗണ്ട് തീരെ ഇല്ലാത്ത അവസ്ഥകളിൽ ബീജം കുത്തിയെടുത്ത് ചെയ്യുന്ന പ്രക്രിയകളായ ടെസ, പിന്നെ ലാപ്രോസ്കോപ്പി, റിക്കറൻറ്റ് അബോർഷൻസ് ഉള്ളവർക്കായിട്ടുള്ള ചികിത്സ, ഇത്രയൊക്കെയാണ് നമ്മൾ ഫെർട്ടിലിറ്റി സെൻറ്ററിൽ നൽകുന്ന ചികിത്സാ സേവനങ്ങൾ. അപ്പോൾ ഏത് പേഷ്യൻ്റെ എന്താണ് അവരുടെ വന്ധ്യതയുടെ റീസൺ എന്നുള്ളത് അനുസരിച്ചായിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്കായി സൗജന്യ വന്ധ്യതാ രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. കെ.എസ്. ചിത്രയും സുക്ത മ്യൂസിക് ബാൻഡും ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത നിശയും ഷിഫ കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറും.
വാർത്താസമ്മേളനത്തിൽ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയയും പങ്കെടുത്തു. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.